എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാത്തുമാർ വന്നാൽ പിന്നെ ഞങ്ങൾ ഫുൾ കറക്കായിരിക്കും. എനിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലും അവർക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിട്ടായിരിക്കും മിക്കവാറും പോവാറ്. അപ്പോൾ ഇന്ന് പോയത് എൻ്റെ കമ്മലൊന്നും മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കസിൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലോട്ടാണ് പോയത്. ഈ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ തന്നെ അവൻ കൈ കൊണ്ട് വന്ന് എന്നെ നീ വീഡിയോ എടുക്കണ്ടെന്നും പറഞ്ഞു. ചെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടി കേട്ടോ. പിന്നെ ഓരോരോ മോഡൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം അത്രക്കും കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റെഡും തൂക്കനും വരുന്നത് കേട്ടോ. എൻ്റെ കല്യാണ സമയത്ത് എടുത്തൊരു കമ്മലാണ്. കല്യാണ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും ഹെവി ആയിട്ട് എടുത്തത്. എനിക്ക് പൊതുവേ സ്റ്റെഡ് ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ കുറേ ആയി സ്റ്റെഡ് ഒന്ന് മാറ്റി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത്. തൂക്കൻ അവിടെ വെച്ചിട്ട് സ്റ്റെഡ് മാത്രമാണ് കേട്ടോ ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചത്. കുറേ സ്റ്റെഡ് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് എടുത്തത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സെയിം തൂക്കത്തിൽ തന്നെ കമ്മൽ എടുത്തുകൊണ്ട് നമുക്ക് ഒരുപാട് പൈസ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. ചെറിയൊരു പണിക്കൂലി അത് മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ കമ്മൽ മാറ്റി കഴിഞ്ഞപ്പോൾ എന്തായാലും കളക്ഷൻസ് ഉള്ളതല്ലേ, മോതിരവും കൂടെ മാറ്റാമെന്ന് ഞാൻ വിചാരിച്ച്. കമ്മലായാലും മോതിരമായാലും നല്ല സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇവിടെയാണെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കയറുന്ന സൈസ് ഇല്ലായിരുന്നു. മോതിരമൊക്കെ ചെറുതായിരുന്നു. നമ്മൾ ഗോൾഡിലും ഡയമണ്ടിലും ഒക്കെ നോക്കി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇതിന് കുറച്ച് തൂക്കം കൂടുതലായിരുന്നു. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഇഷ്ടപ്പെടുന്നതിനൊക്കെ തൂക്കം കൂടുതലായിരിക്കും. അല്ലാത്തൊന്നും എൻ്റെ കയ്യിൽ കയറത്തുമില്ല. അങ്ങനെ പിന്നെ മോതിരം എടുക്കാനുള്ള മോഹം അവിടെ ഉപേക്ഷിച്ച്. അപ്പോഴാണ് അവൻ പറയുന്നത് കയ്യിൽ കിടക്കുന്ന വള ചളങ്ങി കിടക്കുമല്ലേ, അത് നല്ലപോലെ നിവർത്തി തരാമെന്ന്. കേൾക്കേണ്ട താമസം ഞാൻ വളയെ ഊരിക്കൊടുത്ത്. ഈ വളയാണെങ്കിൽ ഊരാനും ഇടാനും കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. കവർ ഇട്ടാലേ ഇത് ഊരാൻ പറ്റത്തുള്ളൂ. എൻ്റെ കറക്റ്റ് സൈസ് ആയതുകൊണ്ട്. പിന്നെ അവിടെ ഷോയ്ക്ക് വെച്ചിരുന്ന കുറച്ച് വളയൊക്കെ എടുത്ത് നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഓരോന്നും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ വളയൊക്കെ നിവർത്തി സെറ്റാക്കി തന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു വള വാങ്ങിച്ചിട്ട് ഒരു 5-6 മാസമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതുപോലെ മോഡൽ കൊടുത്ത് പണിയിപ്പിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അത് ഈ രൂപത്തിലായതാണ്. എന്തായാലും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഇട്ടിട്ട് തിരിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വളകൾ നോക്കി കേട്ടോ. അസ്വാൻ്റെ വള മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മോഡൽസ് ഞങ്ങൾ നോക്കി. അവളെയും കൊണ്ട് ഇനി വന്നത് വാങ്ങിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഗോൾഡൊക്കെ വാങ്ങിച്ചിറങ്ങി. ഞങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല ഗൈസ്, ഗ്ലാസ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞാൻ വാങ്ങിച്ച കമ്മലിട്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും പൈനാപ്പിൾ വയ്ക്കുന്ന കണ്ടിട്ട് അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മീൻ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളൊരു കോഫി കുടിക്കാനായിട്ട് കയറി. ഞങ്ങൾ രണ്ടുപേരും ഇട്ടിരിക്കുന്ന ടോപ്പ് നല്ല അഫോർഡബിൾ പ്രൈസിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുത്തേക്കാവേ.